എക്സ്പ്രസ് ചെയ്യാതെ എങ്ങനെയാ നമുക്ക് മനസ്സിലാവാ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ ദേഷ്യമുണ്ടോ സങ്കടമുണ്ടോ ഇതൊന്നും മനസ്സിലാവാതെ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുക? ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഈഗോ എത്രത്തോളം വില്ലനായിട്ട് നിൽക്കുന്നുണ്ട്? ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഫീൽ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനിലൊക്കെ വരുന്ന ചില എറേഴ്സ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ വാല്യൂ ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാതിരുന്നത്. എന്നെ വാല്യൂ ചെയ്യണില്ല എന്നുള്ളതിൽ എനിക്ക് ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്തത് എന്ത് കാര്യം കൊണ്ടാണ്? പാർട്ട്ണറിന് എത്ര സാലറി എന്നുള്ളത് അറിയില്ല, മനസ്സിലായോ? ഏത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത് എന്നുള്ളത് അറിയില്ല, എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയില്ല. എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ. അതൊരിക്കലും എനിക്കൊരു ആവശ്യം ഉണ്ടായിട്ട് ആവണമെന്നില്ല ഞാൻ ചോദിക്കണത്. ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രശ്നം ആവണമെന്നില്ല അവരുടെ മെയിൻ പ്രശ്നം. അതിന് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയാതെ ഉള്ളിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പൊട്ടിത്തെറിക്കുള്ളൊരു ക്യൂ മാത്രമായിരിക്കും ആ പെർട്ടിക്കുലർ ഇവൻ്റ് ഒക്കെ ആയിട്ടുണ്ടാവുക. നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ മ്യൂച്വലി ഹാപ്പി ആക്കാനും ഒരുമിച്ച് ഗ്രോ ചെയ്യാനും നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആക്കാനും നമ്മളൊരു ബെറ്റർ ലെവലിലേക്ക് എത്താനും അത് പല കാര്യങ്ങളിൽ നമ്മളെ ത്രൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിയനാണ്. ആർദ്ര ഏത് ടൈപ്പ് ഓഫ് കേസസ് ആണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏത് തരത്തിലുള്ള ഇൻറ്റൻസിറ്റി ഉള്ള കേസസും കാണാൻ നമ്മൾ ലൈസൻസ്ഡ് ആണ്. ലൈക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഏത് തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും കാണാം, ഇൻക്ലൂഡിങ് സൈക്കോട്ടിക് കേസസും സ്കിസോഫ്രീനിയ പോലെയുള്ള അസുഖങ്ങളും എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും കാണാൻ നമ്മൾ ലൈസൻസ്ഡ് ആണ്. പിന്നെ നമ്മൾ ചില തെറപ്പിസ്റ്റുകൾ ഉണ്ടാവും ഇങ്ങനത്തെ കേസസ് എടുക്കുന്നുള്ളൂ എന്നുള്ളത്, അത് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ചോയ്സ് അങ്ങനെ എടുക്കാറില്ല. ഏത് കേസാണെങ്കിലും എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില കേസസിലൊക്കെ ഇനീഷ്യലി ചിലപ്പോൾ ഒരു മെഡിക്കൽ സപ്പോർട്ടിന്റെ ശേഷം മാത്രമേ അവർക്ക് ഒരു തെറപ്പിയിലേക്ക് പോകാൻ പറ്റുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും ആദ്യം ഡയറക്റ്റ് ചെയ്യാൻ പോയി മെഡിസിൻസ് എടുത്ത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വരാൻ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. പിന്നെ എല്ലാ ആളുകൾക്കും പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഏത് ടൈപ്പ് ഓഫ് ആളുകളെയാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടുണ്ടോ അതറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടമാണ് ഈ ഇന്നർ ചൈൽഡ് വർക്കുകളൊക്കെ ആവശ്യമായിട്ട് വരുന്ന, ട്രോമാറ്റിക് എക്സ്പീരിയൻസസിലൂടെയൊക്കെ പാസ് ചെയ്ത് വരുന്ന. ഇപ്പോൾ ട്രോമ എന്നൊക്കെ പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ട്രോമയുണ്ട്. അക്യൂട്ട് ട്രോമയുണ്ട്, കോംപ്ലക്സ് ട്രോമയുണ്ട്. അതായത് പ്രൊലോങ്ഡ് ആയിട്ട് ലൈഫിൽ ഇപ്പോൾ എങ്ങനെ പറയാം, ഇമോഷണൽ നെഗ്ലെക്ട് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ആലോചിക്കും. അത് ഓൺഗോയിങ് ആണ് അല്ലേ? ഇപ്പം പാരൻസ് ആണ് ചെയ്യുന്ന വെച്ചാൽ ആ കുട്ടി സഫർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പാർട്ട്ണറാണ് ചെയ്യുന്ന വെച്ചാൽ അവർ സഫർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസസിലൂടെ പോകുന്ന ആളുകളെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സെഷൻസ് എടുക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ ഇത് പലപ്പോഴും ഇതിലേക്കൊക്കെ എത്തുന്നതിന്റെ മുന്നേ ഇവരുടെ സിംറ്റം പ്രസന്റേഷൻ പലപ്പോഴും ഡിപ്രഷന്റെ രീതിയിലോ ആങ്സൈറ്റിയുടെ രീതിയിലോ ചിലപ്പോൾ ചിലത് പേഴ്സണാലിറ്റി ഇഷ്യൂസിൽ ഉണ്ടാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും പുറമേക്ക് ആളുകൾക്ക് കാണുമ്പോൾ. പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഡയഗ്നോസിസിലേക്കാവും പോവാം. പക്ഷേ എന്തുകൊണ്ട് അത്തരത്തിലുള്ള സിംറ്റം പ്രസന്റേഷൻ വന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർലൈങ് ആയിട്ടുള്ള അങ്ങനത്തെ ട്രോമാറ്റിക് എക്സ്പീരിയൻസസോ കാര്യങ്ങളോ ഒക്കെ പലപ്പോഴും ഉണ്ടാവും. ഇപ്പം കപ്പിൾസിന്റെ ഇടയിൽ വളരെ ചെറിയ പ്രശ്നങ്ങൾ വരെ ഭയങ്കര വലിയ ഇഷ്യൂ ആക്കി മാറ്റാറുണ്ട് ചില കപ്പിൾസൊക്കെ. ഭയങ്കര വലിയ ഇഷ്യൂ. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ലൈക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണോ വരുന്നത്? പക്ഷേ നിസ്സാരമായ പ്രശ്നമായിരിക്കും. നമ്മൾ തന്നെ ഇപ്പോൾ കുറേ പേരുടെ കേൾക്കുമ്പോൾ അയ്യോ ഇത്രേ ഉള്ളായിരുന്നു പ്രശ്നം, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരായിരുന്നു എന്ന് നമ്മൾ തന്നെ പലരോടും ചോദിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി എങ്ങനെയാണ് ആസ് എ സൈക്കോളജിസ്റ്റ് കാണുന്നത്? എന്താ അറിയോ, ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രശ്നം ആവണമെന്നില്ല അവരുടെ മെയിൻ പ്രശ്നം. അതിന് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയാതെ ഉള്ളിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പൊട്ടിത്തെറിക്കുള്ളൊരു ക്യൂ മാത്രമായിരിക്കും ആ പെർട്ടിക്കുലർ ഇവൻ്റ് ഒക്കെ ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ
അവരുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ലൈഫിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസസോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചിലർക്ക് ഇൻഫീരിയർ ആയിട്ട് തോന്നാം, ഇൻസെക്യൂർ ആയിട്ട് തോന്നാം. അതിനെ അറിയാതെ മറ്റേ പാർട്ട്ണർ ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം. അപ്പുറത്തുള്ള ആൾക്ക് അറിയണമെന്നില്ല ഇത് പറഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് വരുന്നു. ആൻഡ് ആ ആൾക്ക് പോലും അറിയണമെന്നില്ല എൻ്റെ ഇങ്ങനത്തെ മെമ്മറീസോ ഇങ്ങനത്തെ എക്സ്പീരിയൻസിൽ നിന്നോ ഉള്ള ഒരു ബിലീഫിനെയോ തോട്ടിനെയോ ട്രിഗർ ചെയ്തിട്ടുണ്ട് ഇയാള് എന്നുള്ളത്. മനസ്സിലായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല, എല്ലാം ഉള്ളിൽ വെക്കുന്നുണ്ട്. അത് അതായത് നമുക്ക് പോലും അറിഞ്ഞോളണം എന്നില്ല നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ ഇൻസെക്യൂർ ആണ്, നമുക്ക് അങ്ങനത്തെ എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള എന്തൊക്കെ തിങ്കിങ് പാറ്റേൺസ് ഉണ്ട്, നമുക്ക് അറിയണമെന്നില്ല. നമ്മൾ അറിഞ്ഞാലല്ലേ നമ്മൾ ഇത് പറയുമ്പോൾ എനിക്കിത് വിഷമാവുണ്ട്, നീ ഇങ്ങനെ പറയല്ലോ കേട്ടോ, എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ആ കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ എസ്കലേഷനിലേക്ക് പോകണമെന്നില്ല. നേരെ മറിച്ച് ഞാൻ ട്രിഗറായി ഞാൻ വേറെ ഏതോ ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നുള്ള എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ ഞാൻ റിയാക്ട് ചെയ്യുന്ന രീതി വരുമ്പോൾ ഡിഫറെൻ്റ് ആയില്ലേ. അപ്പോൾ ആ സെൽഫ് അവയർനെസ് ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഇങ്ങനത്തെ റിയാക്ഷൻസിന് കാരണമാവും. അപ്പം അപ്പുറത്തെ ആള് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് എന്തിനാ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം എന്ന് തോന്നില്ലേ. അപ്പോൾ ആ ട്രിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഉള്ളിൽ നമ്മൾക്കുണ്ടായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിയുടെ കാര്യം, ആ ചെറിയ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആ കുട്ടി വലുതാവുമ്പോൾ അവരുടെ ഒരു പാർട്ട്ണർ ഇതുപോലെ അറ്റൻഷൻ കൊടുക്കണില്ല, അവർക്കൊരു കുട്ടി ഉണ്ടാവുന്ന നേരത്ത് പാർട്ട്ണറിന് അറ്റൻഷൻ കൊടുക്കണില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഈ കുഞ്ഞിലെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് വരെ ഞാൻ സെക്കൻഡറി ആണ് എപ്പോഴും, ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യപ്പെടില്ല എവിടെയും, എൻ്റെ ഹാപ്പിനെസ് ആർക്കും ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനത്തെ ഒക്കെ ഫീലിങ്സ് ആ കുട്ടിക്ക് ഉണ്ടായിക്കൂടെ കുഞ്ഞിലെ. അതിനെയൊക്കെ ആയിരിക്കും ഈ വലുതാവുന്ന സമയത്ത് ഫ്രണ്ട്സോ പാർട്ട്നേഴ്സോ ഒക്കെ ട്രിഗർ ചെയ്യണേ. ഈ തോട്ടും പാറ്റേൺസും ബിലീഫ് സിസ്റ്റം എവിടെ നിന്ന് ഫോം ചെയ്തു എന്നുള്ളത് ഈ കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കുട്ടിയുടെ റിയാക്ഷൻ മാത്രമേ എല്ലാവരും കാണുള്ളൂ, കുട്ടിക്ക് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഈ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരു പാർട്ട്ണർക്ക് എല്ലാം ചോദിച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നവരായിരിക്കാം. ചില പാർട്ട്നേഴ്സിന് ആളുടേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണ്ട, എല്ലാം ലാസ്റ്റ് അല്ലെങ്കിൽ എല്ലാം നടന്നതിന് ശേഷം പറയുന്ന അങ്ങനെ പാർട്ട്നേഴ്സ് ഉണ്ട്. പക്ഷെ അതൊരു കോൺഫ്ലിക്റ്റ് ആയി മാറാറുണ്ട്. ഞാൻ എല്ലാം പറയുന്നതല്ലേ, എല്ലാം ക്ലിയർ ആൻഡ് കട്ടായിട്ട് പറയുന്നതാണ്, ഇങ്ങോട്ടേക്ക് അത്രയും ക്ലിയർനെസ്സോടെ എനിക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന പാർട്ട്നേഴ്സിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ആക്ച്വലി അത് ഭയങ്കര ഇൻസെക്യൂർ ഫീൽ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അതായത് പാർട്ട്ണറിന് എത്ര സാലറി എന്നുള്ളത് അറിയില്ല, മനസ്സിലായോ, ഏത് ഫ്രണ്ട്സിന്റെ കൂടെയാ പോയത് എന്നുള്ളത് അറിയില്ല, എപ്പോഴാ വരിക എന്നുള്ളത് അറിയില്ല. എപ്പോഴാ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ. അതൊരിക്കലും എനിക്കൊരു ആവശ്യം ഉണ്ടായിട്ട് ആവണമെന്നില്ല ഞാൻ ചോദിക്കണത്, മനസ്സിലായോ. നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള സമയം എപ്പോഴാണ്ടാവണേ, ഞാൻ ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അത് വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അറിയാനുള്ള റൈറ്റ്സ് ഇല്ലേ, മനസ്സിലായോ. അല്ലാതെ പക്ഷെ മറ്റേ ആൾക്ക് ചിലപ്പോൾ അത് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ ഫീൽ ചെയ്യാം. ഇപ്പൊ അവരെ മുന്നേ കുഞ്ഞിലെയൊക്കെ ഡിസിപ്ലിൻ ചെയ്യണതിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ സ്ട്രിക്ട്ലി ബിഹേവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരെ ട്രസ്റ്റ് ഇല്ലാത്ത രൂപത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ട് കുഞ്ഞിലെയൊക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അവരെ ട്രിഗർ ചെയ്യുന്നതാവും, മനസ്സിലായോ. അപ്പോൾ ഈ ട്രിഗേഴ്സും കാര്യങ്ങളും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതൊക്കെ നമ്മൾ സെൽഫ് റിഫ്ലക്ട് ചെയ്യേണ്ട ഏരിയാസ് ആണ്. സീക്രട്ടീവ് അല്ലാത്ത രീതിയിൽ പെരുമാറുന്നതാണ് എപ്പോഴും ഗുഡ് ആയിട്ടുള്ളത്. അതിന്റെ ആവശ്യമില്ലല്ലോ. എത്ര ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം നമുക്ക് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാതൊരു കാര്യം ചെയ്യേണ്ടി വന്നാലോ, ചെയ്ത ശേഷിയേ പറയാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലോ അപ്പുറത്തുള്ള ആൾക്ക് വേറെ റിയാക്ഷൻസോ പൊട്ടിത്തെറിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാത്തടത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇന്റേണലി ടെൻഷൻ ബിൽഡ് ചെയ്യും, ഇറിറ്റേഷൻസിന് കാരണമാവും. ഇനി എല്ലാം ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടന്ന എല്ലാം A to Z പറയുന്ന ഒരു സ്വഭാവം അപ്പുറത്തെ ആൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാത്തത് കൊണ്ട് വിഷമം ഉണ്ടാവുന്ന ഏരിയാസ് ഒക്കെ ചോദിക്കാം. ഇപ്പൊ ചിലര് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല, മണി എങ്ങനെയാ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് അറിയണമെന്നില്ല. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇപ്പം ഞാൻ ഇന്ന റിലേറ്റീവിൻ്റെ അടുത്ത് ഇന്ന കാര്യം പറയണ്ടെന്ന് പറഞ്ഞു, മറ്റേ ആള് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഇവളോട് പറയണ്ട, പകരം അവരുടെ അടുത്ത് പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളാണ്ട് പറഞ്ഞു.
പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അറിയാണ് നമ്മൾ പറയണ്ട പറഞ്ഞ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഉം, ഉം, ചെറിയ കാര്യമാവും. ഉം, അത് പറയണ്ടായിരുന്നു എന്ന് പാർട്ട്ണർ പറഞ്ഞത് തന്നെ ഉം. അത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഞാൻ പോയി പറയാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഓക്കെ. മനസ്സിലായി. മനസ്സിലായി. ചെറിയ 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 കാര്യം. ഡിഫറൻസസ്, അതെ, ചെറിയ അതെ. ചെറിയ തോന്നലുകളിലുള്ള ഡിഫറൻസസ്, ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷനിലുള്ള ഡിഫറൻസസ്, ഉം. അത് നമ്മളെ ഫീൽ ചെയ്യിക്കുന്നത് വേറെ പല പല രീതിയിലേക്കും പല രീതിയിൽ. ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാവും. ഓക്കെ, ചെറിയ മനസ്സിലായി. കറക്ഷൻസ് മതിയാവും. ഉം, ഉം. ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഈഗോ എത്രത്തോളം വില്ലനായിട്ട് നിൽക്കുന്നുണ്ട്? അല്ലെങ്കിൽ പലരും പറയും ഈഗോ ക്ലാഷ് കാരണമാണ് അവർ പിരിയാൻ കാരണം, അല്ലെങ്കിൽ ഈഗോ ആണ് രണ്ടു പേർക്ക്. അപ്പൊ ഈഗോ ഉള്ള ആ ഒരു വേർഡ് എത്രത്തോളാണ് ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത്? ഈഗോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഇൻസെക്യൂർ ആയിട്ടുള്ള ഫീൽസ്, ഇൻഫീരിയർ ആയിട്ടുള്ളത്, ഉം. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇന്റേർണലി ഉള്ള ക്രൈസിസ് ആണ് പലപ്പോഴും ഉം. നമ്മൾ ഈഗോ എന്നുള്ള രൂപത്തിൽ പറയുന്നത്. ഓക്കെ. അല്ലെ, എന്നെ റെസ്പെക്ട് ചെയ്യണില്ല, ഉം. ഉം, എന്നെ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്യണില്ല. ഉം. ഓക്കെ, എന്നെ റെസ്പെക്ട് ചെയ്യണില്ല എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് എന്താ? ഐ മീൻ, അതാ, ഇത് ഓരോ ആളുകൾക്കും ആ. എന്ത് ചെയ്താലാണ് ഈ റെസ്പെക്ട് ഫീൽ ചെയ്യാന്നുള്ള ഡിഫറൻസസ് ഇല്ലേ? ആ, അതെ, അതെ. ചിലർക്ക് എണീറ്റ് നിക്കണം വരുമ്പോ തന്നെ പല അങ്ങനെ. അതെ, രീതിയിലുണ്ടാവാം. അതെ, അതെ, അതെ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഉം. അച്ഛനും അമ്മേനൊക്കെ നിങ്ങള് ആ, ആ, അങ്ങനെയൊക്കെ ആ, ഞങ്ങൾ വിളിക്കുക. അതെ, അതെ. നിങ്ങൾ എന്താ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കാഷ്വലി അങ്ങനെ കാഷ്വൽ. സംസാരിക്കുമ്പോൾ അതെ, നമ്മുടെ അതെ. വീട്ടിലാവുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ആ, അതെ, സംസാരിക്കുക. അതെ, അതെ. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിരിക്കുമ്പോൾ അച്ഛനെയും അമ്മേനെയും ഉം. അ, നിങ്ങൾ നിങ്ങള്. ഇങ്ങനെയൊക്കെയാണോ ആ, സംസാരിക്കുന്നത്? അതെ, ഒരു അതെ. ഡിസ്റ്റൻസ് ഉള്ള പോലെ, റെസ്പെക്ട് ഇല്ലാത്ത പോലെ, അതെ. അത് എടുത്തോണ്ടിരി എന്നൊക്കെ പറയുമ്പോൾ ഉം. അത് എടുത്തു കൊണ്ടുവരൂ, ഉം. കൊണ്ടുവരാമോ എന്നൊന്നും ആവില്ല, എടുത്തോണ്ടിരിക്കുന്നേ ഉണ്ടാവുള്ളൂ അതെ. നമ്മൾ പറയണേല്. അപ്പത്തേക്കും അത് അവരടുത്ത് ഓർഡർ ചെയ്യണത് പോലെ ഫീൽ പോലെ. ചെയ്യാം. അതെ, അതെ. അല്ലേ? ഉം. അപ്പോ ഇന്റൻഷനലി ഡിസ്റെസ്പെക്ട് ചെയ്യല്ലല്ലോ. ഉം. പറയുന്ന വാക്കുകൾ പോലും ഉണ്ടാവുന്ന ഡിഫറൻസസ്, ഉം. എക്സ്പ്രസ് ചെയ്യുന്ന രീതികളിലുള്ള ഡിഫറൻസസ്. ഉം. ഉം. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യണത്. ഉം. പ്രായം കൊണ്ടുള്ള വ്യത്യാസം കാരണം റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതൊന്നുമില്ല, അത് ഇന്റേണൽ ഫീൽ ആണ്. ഉം. പക്ഷേ എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് പറയും. ഓക്കെ. ചിലപ്പോൾ നമ്മളൊക്കെ ആർഗ്യുമെന്റ്സ് നടത്തുന്ന കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ വീട്ടിൽ രണ്ടാളും ഒരുമിച്ച് കാണാൻ പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നും. ആ. പക്ഷെ അത് ടോക്സിക് ആയിട്ടുള്ള വേർഡ്സോ അബ്യൂസീവ് ആയിട്ടുള്ള ടോണോ അങ്ങനെയൊന്നുമല്ല. ഉം. ഉം. പോയിന്റ്സ് ആണ്. നമ്മൾ ലിറ്ററലി ഡിബേറ്റ് ചെയ്യാണ്. ഉം. 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 പറയുന്ന പോയിന്റ് ഇപ്പോൾ ഉം. മറ്റേയാളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം, ഉം. ഇതാണ് ശരി ഉം. എന്നുള്ളത്. ഉം. കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഉം. തീർന്നു. ഉം. ഉം. പിന്നെ നമ്മൾ ജോലിയായിട്ട് നടക്കുന്നുണ്ടാവും. ഉം. ഉം. അല്ലാതെ ഹേറ്ററോടോ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ ഒരാൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള കോൺവെർസേഷൻ മാത്രമേ ഉള്ളൂ. ഉം. വേറൊരാൾക്ക് ഇത് കാണുന്ന സമയത്ത് തോന്നാം ഉം. ഒരു റെസ്പെക്റ്റും ഇല്ലാതെ തർക്കുത്തരം പറയാണ്. ആ. അച്ഛന്മാരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഉം. അമ്മമാരോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? ഉം. ഉം. ഒന്നും വേണ്ട. എൻ്റെ റിലേറ്റീവ്സ് തന്നെ ഞങ്ങൾ സംസാരിക്കണത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. ഉം. ഉം. പക്ഷെ എനിക്ക് പ്രശ്നമില്ല, എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല. ഉം. ഞങ്ങൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഉം. സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സ് ചോദിക്കുന്നതിലോ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലാക്കി എടുക്കുന്നതിലോ തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലല്ല. ഓക്കെ, ഓക്കെ. മനസ്സിലായി. പക്ഷെ വേറൊരു വീട്ടിൽ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും പാടില്ല. ഉം. അച്ഛൻ വീട്ടിൽ വന്നാൽ വീട്ടിലെല്ലാവരും സൈലന്റ് ആവണം. സൈലന്റ്. അപ്പൊ ഇതുപോലെയൊക്കെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് വളർന്നിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അയാളുടെ വീട്ടിൽ അയാൾ ഉം. എക്സ്പെക്ട് ചെയ്യുന്ന റെസ്പെക്ട് ഡിഫറെന്റ് ആവും. അതെ, അതെ, അതെ. മനസ്സിലായി. അപ്പൊ ഇന്റന്റ് മനസ്സിലായി. ചെയ്യാത്ത പല കാര്യങ്ങളിലും നമ്മൾ കണ്ടീഷൻഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നോർമൽസി എന്ന് വിചാരിച്ചിട്ട് ഉം. നമ്മളുടെ എക്സ്പെക്ടേഷൻസും റിയാലിറ്റിയും തമ്മിൽ ബുദ്ധിമുട്ടുകൾ വരാം. ഉം. 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 അതിന് നമ്മൾ ഈഗോന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതെ. അത് നമ്മളൊക്കെ ഇരുന്ന് ആലോചിച്ച് സംസാരിച്ച് മനസ്സിലാക്കി റിഫ്ലക്ട് ചെയ്ത് ആ പാറ്റേൺസ് എന്താണ് നമ്മൾ റെസ്പെക്ട്, ഞാൻ അതാ ചോദിച്ചത്, റെസ്പെക്ട് എന്നുള്ളത് എന്താ ഉദ്ദേശിക്കണേ? അപ്പൊ അത് മനസ്സിലാക്കി വർക്ക് ഈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ എങ്ങനെ ഈഗോ വർക്ക്ഔട്ട് ആവുന്നത്, അല്ലെങ്കിൽ ഈഗോ എത്രത്തോളം വില്ലൻ ആവുന്നുണ്ട്? ഇതിപ്പം നമ്മൾ കോമൺ ആയിട്ടാണ്. ഇപ്പൊ ഈ ലൈക്ക്. പറയുന്നത് തന്നെ, ഇപ്പൊ റെസ്പെക്റ്റിന്റെ കാര്യം എടുത്തു നോക്കൂ. ഇപ്പം എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ ഒരു കാര്യം നീ അവിടെ വെച്ച് പറയാൻ പാടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ അത് കമ്മ്യൂണിക്കേഷനിലൊക്കെ വരുന്ന ചില എറേഴ്സ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ വാല്യൂ ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാതിരുന്നത്, എന്താ പറയാ, എന്നെ വാല്യൂ ചെയ്യാത്തത് കൊണ്ടാണ് ഇവരുടെ മുന്നിൽ എൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തത് എന്നൊക്കെ തോന്നുന്ന മറ്റേ ആ ഇന്റൻഷൻ ഉണ്ടാവണം എന്നില്ല. മനസ്സിലായോ? അപ്പോൾ എന്നെ വാല്യൂ ചെയ്യണില്ല എന്നുള്ളതിൽ എനിക്ക് ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്തത് എന്ത് കാര്യം കൊണ്ടാണ്? ഓക്കെ.
അതനുസരിച്ചിരിക്കും ആ അല്ലേ? അപ്പോൾ അത് നമ്മളിതുപോലെ ഞാൻ റെസ്പെക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് നമ്മുടെ വാല്യൂ സിസ്റ്റംസ് പല കാര്യത്തിലും പല പോലെയല്ലേ. ഉം, ഉം, അപ്പോൾ ആ ഡിഫറൻസസ് ഉണ്ടാവുന്ന സമയത്ത് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് പോലെയോ ഒബേ ചെയ്യണില്ല എന്നുള്ള പോലെയോ നമ്മളെ കൺസിഡർ ചെയ്യണില്ല എന്നുള്ള പോലെയോ ഉം, ആ, നമ്മളെ താഴ്ത്തി കെട്ടാൻ നോക്കുകയാണെന്നുള്ള രൂപത്തിൽ എൻ്റെ ഉള്ളിൽ ഇൻഫീരിയർ ആയിട്ടൊരു സാധനം ഇരിക്കുന്നതുകൊണ്ട് ഉം. എന്നെ പറ്റി ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്കും ഓ എനിക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ പറ്റി ഇപ്പോൾ അവർക്ക് എന്തും പറയാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി എൻ്റെ ഉള്ളിലാണ് ആ ഇൻഫീരിയർ സാധനം ഇരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. പക്ഷേ ഇത് എല്ലാ കേസിലും ഇങ്ങനെയാണെന്നും വിചാരിക്കരുത്. നമുക്കൊരു വിചാരിക്കാതെ. ജഡ്ജ്മെന്റ് വേണം. ഉം, ഉം, പിന്നെ ഇന്റൻഷനലി എന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാലാളിരുന്ന് ഈ ഉം, രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് അത് നമ്മൾ ബ്ലൈൻഡ്ലി ഓ എൻ്റെ ഇൻഫീരിയർ തോട്ട് കൊണ്ടാണ് എനിക്ക് ഹേർട്ട് ആവണമെന്ന് വിചാരിക്കരുത്. ഉം, മനസ്സിലായോ? ഉം, റിലേഷൻഷിപ്പിൽ പക്ഷേ ആ ഇന്റൻഷൻ ഉണ്ടാവില്ലല്ലോ. ഉം. ഒരുമിച്ച് പോകേണ്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പിയാക്കി ഇരുത്തണം എന്നല്ലേ ജനറലി വിചാരിക്കേണ്ടത്. അതെ, അതെ, അതെ. അപ്പം അയാൾ ഇന്റൻഷൻ അതായിട്ട് ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റണം. ഉം, നേരെ ഉം. മറിച്ച് എൻ്റെ ട്രിഗർ കാരണം ഞാൻ അയാളെ ഒരു അയ്യോ. ശത്രുവിനെ പോലെ കണ്ടു കഴിഞ്ഞാൽ അതെ. എനിക്ക് ട്രിഗർ ആവും. ട്രിഗർ ആവും. അതെ. ഓക്കെ. നമ്മൾ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ എക്സ്പ്രസീവ് ആകാതിരിക്കുന്നതും ദോഷമാണ്. ലൈക്ക് ഒന്നും എക്സ്പ്രസീവ് അല്ല. ലവ് ആയിക്കോട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, ഒന്നും എക്സ്പ്രസീവ് അല്ല. പക്ഷെ ശാന്തമാണ്, പക്ഷെ എക്സ്പ്രസീവ് അല്ല. അത് ഒരു ദോഷമാണോ? എക്സ്പ്രസ് ചെയ്യാതെ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? ഉം. ഇഷ്ടമുണ്ടോ ഇഷ്ടല്ലേ, ദേഷ്യമുണ്ടോ സങ്കടം ഉണ്ടോ, ഉം. ഇതൊന്നും മനസ്സിലാവാതെ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുക? ഉം. ഇപ്പം പണ്ടത്തെ ഇവര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഉപദ്രവമില്ല, കള്ളൂടിയില്ല, വലിയില്ല, അടിയില്ല, ബഹളമില്ല, ഒന്നുമില്ല, സമാധാനം. എന്നാൽ അവരുടെ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ അവർ വളരെ ചുരുക്കമൊക്കെ ആയിരിക്കും മിണ്ടുന്നത്. ഒരു ഉം. ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോന്ന് വെച്ചാണ്, അല്ലേന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു പെരുമാറ്റമാണ്. പക്ഷെ അവർ ലോങ് ഇയേഴ്സ് ആയിട്ടുണ്ടോ സക്സസ്ഫുൾ ആയിട്ട് മാരേജ് ലൈഫ് പോകുന്നത്. അങ്ങനത്തെ ഒരു മാരേജ് ലൈഫിനെ ഒരു സക്സസ്ഫുൾ മാരേജ് ലൈഫ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ ആ വേർഡാണ് ഓക്കെ സക്സസ്ഫുൾ എന്നുള്ളത്. നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ മ്യൂച്വലി ഹാപ്പി ആക്കാനും ഉം. ഒരുമിച്ച് ഗ്രോ ചെയ്യാനും ഉം, ഉം, നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആക്കാനും ഉം, നമ്മളൊരു ബെറ്റർ ലെവലിലേക്ക് എത്താനും ഉം, അത് പല കാര്യങ്ങളിൽ നമ്മളെ ത്രൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിയനാണ് ഉം, 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 ഉം. അല്ലേ. അതെ. അപ്പം അതിൽ അടിയിടി വഴക്കുണ്ടാവണമെന്നോ എപ്പോഴും ഇങ്ങനെ ജിൽജിലായിട്ട് നിൽക്കണമെന്നോ അല്ല. ഉം, ഉം, അറ്റ്ലീസ്റ്റ് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് ഉം, ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഇന്റേണൽ വേൾഡ് മറ്റേ ആൾക്ക് മനസ്സിലാക്കി കൊടുത്താലല്ലേ ഉം, അയാൾക്കും അതിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. ഉം, ഉം. ഇത് രണ്ടുപേരും ഒരേപോലെ സൈലന്റ് ആയിട്ടിരിക്കുകയും ഒന്നും പ്രശ്നമില്ല, നീ നിന്റെ വഴി ഞാൻ എൻ്റെ വഴി, നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് ഒരുമിച്ചാണ് ഉം. ഫാമിലി റൺ ചെയ്യാൻ അതെ. കസ്റ്റം അനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം എന്ന് ഉം, വിചാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതിൽ ഒരാൾ ആഗ്രഹിക്കണമുണ്ട് ഉം, മറ്റേ ആൾ അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ഒരാൾ എന്തായാലും ഹേർട്ട് ആവണില്ലേ. ഉം. അതെ, അതെ, സത്യം. ഞാൻ വന്നിട്ട് ഒരു എക്സൈറ്റ്മെന്റിൽ എൻ്റെ ഒരു കാര്യം വന്ന് ഷെയർ ചെയ്യുമ്പോൾ ന്യൂട്രലായിട്ട് ഓ അതെ ഓക്കെ ആ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ തോന്നുക, ഇതൊന്നും ഉം, ഇയാൾക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ലേ, മനസ്സിലായി. ഫീലിങ്സ് ഹേർട്ട് ആവില്ലേ. ഉം. അപ്പം അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ വളരുന്ന കുട്ടിക്കും അതായിരിക്കും ഒരു റിലേഷനിലെ നോർമൽസി. ഓക്കെ, ഓക്കെ. അവരും കാണുന്നില്ല എങ്ങനെയാണ് റിലേഷനിൽ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന്. ഉം, 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 വലുതാകുമ്പോൾ അവരും തന്നെയല്ലേ സ്ട്രഗിൾ ചെയ്യുക. ഉം, പാരൻസ് വഴക്കുണ്ടാക്കണവും കണ്ടിട്ടില്ല, ഉം. എന്നാൽ സ്നേഹിക്കണവും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അതെ. അപ്പോൾ പിന്നെ അവർ ടി വി കാണുന്നതോ ഉം. മറ്റുള്ളവർ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അതൊക്കെയാണ് റിലേഷൻസിൽ ഉള്ള പാറ്റേൺ എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ മോഡൽ ചെയ്തെടുക്കാം. അതെ. അപ്പോൾ ഇനി ലേറ്റർ സ്റ്റേജിൽ ഇവർ കോൺഫ്ലിക്റ്റുമായിട്ട് റിലേഷനിൽ വരുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കലായിരിക്കും ഉം, ആദ്യത്തെ പണി. ഉം, എക്സ്പ്രസ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഉം, 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 വേർബലി ചില കാര്യങ്ങൾ പറയുക. ഉം, ഉം, ഉം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെ, അതെ. എനിക്ക് ഹേർട്ടായി അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നത് പോലെ തന്നെ എല്ലാ ഇമോഷൻസിനെ പറ്റിയും പറയാൻ പഠിക്കുക, എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഈ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണോ സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യം? അല്ലെങ്കിൽ അതൊരു മുൻകരുതലായിട്ട് സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാണ്? ലൈക്ക് നമ്മളെല്ലാം കണ്ടേക്കണ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ വരും, അപ്പോൾ സൈക്കോളജിസ്റ്റിനെ വിളിക്കുക, അല്ലെങ്കിൽ കൺസൾട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ സൈക്കോളജിസ്റ്റ്. അത് കൂടാതെ ഉം. ഒരു മുൻകരുതലായിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി കൺസൾട്ടേഷൻ നടത്തുന്നവരുണ്ടോ? അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ബ്ലഡ് ടെസ്റ്റും ഉം. മെഡിക്കൽ ചെക്കപ്പും ഒക്കെ ചെയ്യാറില്ലേ. ആ, യെസ്. ഞാൻ എങ്ങനെയാ ഓക്കെ ആയിട്ടല്ലേ ഇരിക്കണേ ഉം, എന്നുള്ളത് ഉം, ചെക്ക് ചെയ്യില്ലേ. ഉം. അങ്ങനെ വരുന്ന ആളുകളും ഇഷ്ടംപോലെ ഉണ്ട്. ഓ, ഓക്കെ. എസ്പെഷ്യലി എന്താ പറയുക സെറ്റിൽഡ് ആയിട്ടുള്ള ഉം, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഉം, അവർ അവരുടെ മേ ബി അവരൊക്കെ ഒരു 1 മന്തിൽ വൺസോ
ഉം. 2 മന്ത്സിലിടയ്ക്കോ അല്ലെങ്കിൽ 3 മന്ത്സിൽ വൺസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. റെഗുലറായിട്ട് വരും, സംസാരിക്കും. ഉം. അവരൊരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ ആവണമെന്ന് നിർബന്ധമില്ല. അവരുടെ ലൈഫിലെ മേജർ ഡിസിഷൻസ്, ഉം. ഉം. ഇത്രയും നാൾ നടന്നിട്ടുള്ള ചേഞ്ചസ്, ഓക്കെ. അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ. അവർക്കുള്ള ഫിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ വന്നിരുന്ന് സംസാരിച്ച് ചിലപ്പോൾ അതിൽ ആ ഫിയേഴ്സ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉം. അവരുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉം. ഉം. ബെറ്റർ ഡിസിഷൻ എടുക്കാനുള്ള ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ആയിട്ടുണ്ടാവും. ഉം. ഉം. മനസ്സിലായോ? എപ്പോഴും ഒരു പ്രോബ്ലം മാത്രമാവണമെന്നില്ല ഉം. സെഷൻസിലേക്ക് വരാൻ. ഉം. ഉം. പ്രശ്നക്കാർ മാത്രമാണ് വരണമെന്നുള്ളതും ഇല്ല. ഉം. ചിലപ്പോൾ ഞാൻ പറയുന്ന സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയിട്ടില്ല. ഉം. 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 അതിനുള്ളൊരു സ്പേസ് ആയിട്ട് സെഷൻസ് കാണുന്ന ആളുകളുണ്ട്. ഓ, ഓക്കെ, ഓക്കെ. ഉണ്ട്. ആ. അവർക്ക് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ലൈഫിലുള്ള ചില ടോപ്പിക്സ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ, ഒപ്പീനിയൻസ് ചോദിക്കാൻ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വൈസ് ആയിട്ടല്ല, ഉം. 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 ഒരു എന്താ പറയുക, മെച്യൂർഡ് ആയിട്ടുള്ള രണ്ട് അഡൾട്ട്സ് തമ്മിലുള്ള കോൺവെർസേഷൻസ് പോലെ തന്നെ. ഉം. 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 ഓക്കെ, ഒരു മനസ്സിലായി. ഫ്രണ്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് അല്ല, പക്ഷേ ഒരു പ്രൊഫഷണൽ ആണ്, അവർക്കൊരു ബയസ് ഉണ്ടാവില്ല, ഓക്കെ, ഓക്കെ. ഡിസ്കസ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്പേസ് ആയിട്ടും പല രീതിയിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഓ, ഓക്കെ. ലൈഫിൽ പുതിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ, മുന്നോട്ട് പോകുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഉം. ബെറ്റർ ആയിട്ട് എന്തൊക്കെ ചെയ്യാം, ഉം. 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 ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്സിനെ എങ്ങനെ സ്ട്രോങ് ആക്കാം, ഉം. ഉം. ശരിക്കല്ലേ ഞാൻ പാരന്റിങ് ചെയ്യുന്നത്, ഉം. ഉം. പാർട്ട്ണർ അടുത്ത് ഞാൻ ഓക്കെ ആയിട്ടല്ലേ, ഉം. ഉം. വീട്ടുകാരെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ലേ, ഉം. 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 ഇതിലെന്തെങ്കിലും ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, ഉം. 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 ഞാൻ ഇങ്ങനെ ലൊക്കേഷൻ മാറി പോകാൻ പോവാണ്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കണോ, ഉം. അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഓ, ഉം. ഓക്കെ, ഓക്കെ. നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ മാത്രം സൈക്കോളജിസ്റ്റിനെ കാണുക അല്ല, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് അത് എടുക്കാവുന്നതായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ പുറത്തെ ഓക്കെ. കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി തെറപ്പിസ്റ്റുകളൊക്കെ വളരെ കോമൺ ആണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു പുറത്ത് പോയിട്ടുള്ള നമ്മുടെ ആളുകൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ തെറപ്പീനെ പിന്നെയും ഓക്കെ. അപ്രോച്ച് ചെയ്യണത്.